ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്ഡ് നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് എപ്പോഴത്തേമ്പോൾ തന്നെ ഗോൾഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ യൂറോ യൂസ്ഡിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഒരു എൻട്രിക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യത്തിലേക്ക് വരാം. പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിലും ന്യൂസിൻ്റെ ടൈമിലാണ് നമുക്ക് എൻട്രീസ് ഉണ്ടായിരുന്നത്, അല്ലാതെ മറ്റ് ട്രേഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ അത്ര നല്ല ട്രേഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും കറക്റ്റ് ന്യൂസിൻ്റെ ടൈമിലായിരുന്നു മൈനർ ട്രെൻഡിൽ ഇന്നലെ എൻട്രി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ യൂറോ യൂസ്ഡിൽ നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡിലായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. പിന്നെ ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് റിസ്ക് ആയിരുന്നു. ഇന്നത്തെ ദിവസം അത്ര നല്ല ട്രേഡോ മറ്റ് ട്രേഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് നോക്കി ബൈയിലേക്ക് ഒരു മേജർ ട്രെൻഡ് തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇവിടുത്തെ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കാണ് ഗോൾഡിൽ സാധ്യത കൂടുതൽ. ഫസ്റ്റ് അങ്ങനെ ഗോൾഡ് ബൈയിലേക്ക് നോക്കാനായിട്ട് വരുന്ന ലെവൽസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എന്താണ് ഒരു ബൈയിങ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് റിസ്ക് വാട്ടർ റേഷ്യോ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിലോട്ടോ അല്ലെങ്കിൽ തൊട്ട് താഴെ ഇവിടെ മാർക്ക് ചെയ്ത ഡിസ്കൗണ്ട് ഏരിയയിലെ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ, ഗോൾഡിൽ മേജർ ട്രെൻഡ് അനുസരിച്ച്. ഓക്കെ അല്ലേ. ഇത് ഫസ്റ്റത്തെ ഒരു സാധ്യതയാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും പ്രീമിയത്തിലാണ് നിൽക്കുന്നത് അല്ലേ. നോക്കിയ ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ലോയിലേക്കൊക്കെ വരണം. അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രീമിയം പ്രൈസിലാണ് നിൽക്കുന്നത്. ഇതിന് ശേഷം ഫസ്റ്റത്തെ ഒരു എൻട്രിക്ക് സാധ്യത എന്ന് പറയുമ്പോൾ കൗണ്ടർ ട്രെൻഡിലെ എൻട്രിക്കാണ് സാധ്യത കൂടുതൽ. ഇതിന് ശേഷം എന്താണ് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഹയസ്റ്റ് ചാനൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് 1 മിനിറ്റിലെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ സെല്ലിലേക്ക് എൻട്രി എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുത്തെ സെല്ലിൽ എൻട്രി എടുക്കുമ്പോൾ ബൈയിൽ ഏതൊരു ലിക്വിഡിറ്റി എടുക്കുന്നവരായിരിക്കും നമ്മൾ എന്താണ് സെല്ലോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതുവരെയൊക്കെ നമുക്ക് സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും. ഇത് ഗോൾഡിലെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ സാധ്യതയാണ് കേട്ടോ. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ബൈയിലേക്കുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ പിന്നെ കൗണ്ടർ ട്രെൻഡിലെ എൻട്രിക്ക് സാധ്യത ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബൈയിങ് സോണിൽ നിന്നൊക്കെ ഗോൾഡിൽ നമുക്ക് എൻട്രി നോക്കാം. ഇനി ഇവിടുന്ന് ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടുന്ന് സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെന്നാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് കൺഫർമേഷൻ നോക്കി സെല്ലിലേക്ക് തന്നെ ട്രേഡ് എടുത്ത് പോകാനായിട്ടും പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റ് ഈ ലോയിലോട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഹൈനെ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് താഴോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് വേണമെങ്കിൽ ഗോൾഡിൽ ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ, മേജർ ട്രെൻഡ് അനുസരിച്ച് തന്നെ. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇതാണ് പിന്നെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിൽ നിന്നും ഗോൾഡിൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഗോൾഡിൽ മെയിനായിട്ട് കാണുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ യൂറോ യൂസ്ഡിൽ ഒരു കൗണ്ടർ ട്രെൻഡിൽ എൻട്രി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ അതേ ട്രെൻഡ് തന്നെയാണ്. ന്യൂസിൻ്റെ ടൈമിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് ക്രിയേറ്റ് ആയി. ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ ഹൈനെ ബ്രേക്ക് ചെയ്ത് ബൈയിലേക്ക് ഒരു പുതിയ ട്രെൻഡും ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം എന്താണ് മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബൈയിൽ ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ പ്രീമിയത്തിൽ നിന്നാണ് സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ യൂറോ യൂസ്ഡിലെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലാണ് നമുക്കിപ്പോൾ സെല്ലിലേക്ക് ഒരു ട്രേഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ബൈയിൽ ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ ഇവിടുന്ന് സെല്ലിലേക്ക് ഓരോരോ ലിക്വിഡിറ്റി ഏരിയയുടെ ക്രിയേറ്റ് ആയി വന്നു. ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ എൻട്രി ഇപ്പോൾ യൂറോ യൂസ്ഡിൽ മോർണിംഗ് വന്നിരിക്കുന്നത്. അതിനുശേഷം എന്താണ് നമുക്ക് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി നോക്കാനായിട്ട് പറ്റും. പിന്നെ ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ വരെയൊക്കെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഈ ലോ വരെയൊക്കെ നമുക്ക് നോക്കുന്നതിനും കുഴപ്പമില്ല. നെക്സ്റ്റ് ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി വരെ നോക്കുന്നതിനും കുഴപ്പമില്ല. ഫസ്റ്റത്തെ ടാർഗറ്റ് എപ്പോഴും ഇത് തന്നെയായിരിക്കും കേട്ടോ. എൻട്രി കുഴപ്പമൊന്നുമില്ല, നല്ല എൻട്രി തന്നെയാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു കൗണ്ടർ ട്രെൻഡിലെ ഒരു എൻട്രിക്കുള്ള സാധ്യതയാണ്. ഇനി അതേപോലെ തന്നെ മാർക്കറ്റ് എന്താണ് ഇത് ഇപ്പോൾ കൗണ്ടർ ട്രെൻഡ് ആയിരുന്നു. ഇനി മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് തന്നെയാണ്. ഇനി ബൈയിലേക്ക് ഇവിടുന്ന് സെല്ല് വന്നതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കുന്നതിനും കുഴപ്പമില്ല. മേജർ ട്രെൻഡ് അനുസരിച്ച് യൂറോ യൂസ്ഡിൽ ഇവിടുന്ന് ഇതിലേക്കൊക്കെ വരുവാണെങ്കിൽ ബൈയിലേക്ക് നോക്കാം. ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റോ ഇതിനകത്ത് കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ ഈ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിൽ നിന്ന് നോക്കാം. ഇനി ചേഞ്ച് ഓഫ് ക്യാരറ്റിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ സാധ്യത കൂടുതൽ ഈ ഇൻഡ്യൂസ്മെൻറ്റിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ബൈയിങ് സോൺ കാണാം. ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റ് എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇത് മേജർ ട്രെൻഡ് സാധ്യതകളാണ്. ഇനി മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതൊരു മൈനർ ട്രെൻഡായിട്ട് മാറുകയും ചെയ്യും, ഒരു ട്രെൻഡായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റോ സെല്ലിംഗ് സോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തും കൺഫർമേഷൻ നോക്കിയിട്ട് ഈ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ നോക്കി എൻട്രി എടുക്കാം കേട്ടോ. ഈ സെല്ല് നോക്കുന്നത് ബൈയിൽ ലിക്വിഡിറ്റി എടുക്കുന്നവരെ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്താൽ പിന്നെ സെല്ലോ കാര്യങ്ങളോ നോക്കണമെന്നില്ല കേട്ടോ. പിന്നെ ബൈയിലേക്കാണ് സാധ്യതകൾ കൂടുതൽ വരുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഇനി ഇന്നത്തെ ദിവസം വരുന്നത് കേട്ടോ. ഇനി ഹൈനെ ബ്രേക്ക് ആണെങ്കിൽ ബൈയിലേക്കുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ആവും. അങ്ങനെയാണ് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് വീണ്ടും ട്രേഡ് ബൈയിലേക്ക് തന്നെ നോക്കി പോകുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ഉള്ള എൻട്രിയാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം നോക്കി നമുക്ക് മെയിൻ ഒരു ലിക്വിഡിറ്റി ഒന്ന് മാർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു ഹൈ എടുക്കാനായിട്ട് പറ്റും. ഇത് ഡെയിലിയിലേക്ക് ഹൈ ആണ് വരുന്നത്.
കുറച്ചും കൂടെ സാധ്യതയുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷനായി സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്ന ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലോ എന്താണ് ബൈയിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സാധ്യത എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഗ്യാപ്പിലേക്കാണെങ്കിൽ ഈ ഹൈയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഈ ലോയിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുന്നതിന് നമുക്ക് ഇവിടുന്ന് ബൈയിലേക്കും ട്രേഡ് എടുക്കാനായിട്ട് വരും കേട്ടോ. ഇനി ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇതിൻ്റെ മുകളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് മുകളിൽ ഫസ്റ്റ് ഈ ഹൈയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഈ തൊട്ട് താഴെയുള്ള ലോയും നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ലോ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ആയിരിക്കും മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൗണ്ടറിലെ എൻട്രിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു എൻട്രി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.